ഹലോ ഗുഡ് മോർണിംഗ്. നല്ല ഒരു പ്രഭാതം, പക്ഷെ ഭയങ്കര മഴ. അപ്പൊ ഞങ്ങള് ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് ഇവിടെ നിക്കുക. അപ്പൊ ഇന്ന് ഞാൻ പറയുന്നത് എന്തോന്നറിയാമോ? ഈ മഴയത്ത് ഇതങ്ങ് ഇവിടെ നിന്നോണ്ട് അങ്ങ് പറയാം, അപ്പൊ അതങ്ങ് മുതലാവും. ഇന്ന് പറയുന്നത് എന്തോന്നറിയാമോ? ഇന്നലെ കണ്ണൂർ ഒരു കാനറ ബാങ്കിൽ ഒരു കർഷകൻ ചെല്ലുമ്പോൾ ആ ബാങ്ക് മാനേജരും അദ്ദേഹവും തമ്മിലുള്ള ഒരു സംഭാഷണമാണ്. മനസ്സിലായോ? യഥാർത്ഥത്തിൽ അയാളെയും ആ കർഷകനെയും ഭാര്യയും അവരെന്തുവാ അവിടുന്ന് അടിച്ചിറക്കി വിടുക. ആരെ? ബാങ്ക് മാനേജർ. അപ്പൊ ഈ കാനറ ബാങ്കിൽ തന്നെ, കാനറ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള പൊതുമേഖലാ ബാങ്കുകളിൽ നിന്ന് ചെറിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇവരാണ് ഏറ്റവും കൂടുതൽ ഗവൺമെന്റിന്റെ സബ്സിഡികൾ കൊടുക്കുന്നതും പെൻഷനുകൾ കൊടുക്കുന്നതും ഒക്കെ ഏറ്റെടുക്കുന്ന ആരാണ്? ഈ സഹകരണ ബാങ്കുകളാണ്. മനസ്സിലാവുന്നോ? ഈ സഹകരണ ബാങ്ക് അല്ല, ഈ കാനറ ബാങ്കാണ്. ഐഡിയ കിട്ടിയോ? അപ്പം ഈ കാനറ ബാങ്ക് ഇതനുസരിച്ച് ഇവരെന്ത് ചെയ്യും? ഭയങ്കരമായ രീതിയിൽ പ്രതിഷേധിക്കും. ഇവർ ഭയങ്കര തന്റെ ഇടത്തോടും ഭയങ്കര ആർജവത്തോടും ഒക്കെയാണ് സംസാരിക്കുന്നത്. എന്ന് പറഞ്ഞുകൊണ്ട് അവരവരുടെ ഡ്യൂട്ടി ചെയ്യുന്നില്ല എന്നുള്ളതല്ല. പക്ഷെ അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1-2 കൗണ്ടറും കാണും. ഒരു ആയിരക്കണക്കിന് ആൾക്കാർ പെൻഷൻ വാങ്ങാനും അതിനും ഇതിനുമായിട്ട് അവിടെയൊക്കെ വരികയും ചെയ്യും. മനസ്സിലായോ? അങ്ങനെ വലിയ പ്രതിസന്ധി ഉള്ള ഒരു പൊതുമേഖലകളിൽ ഞാൻ പറഞ്ഞു, ഈ ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം അവരിങ്ങനെയുള്ള പ്രതിസന്ധിയൊക്കെ ഏൽക്കുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ എണ്ണം ബാഹുല്യം കൂടുതലാണ്. അതിനെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കൗണ്ടറുകളുടെ എണ്ണം കൂട്ടുക, അങ്ങനെയൊക്കെ ഉള്ളതാണ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ അതൊന്നുമില്ല. യഥാർത്ഥത്തിൽ അവിടെ നിർത്തിയ ആൾക്കാരെ വെള്ളം കുടിപ്പിക്കുന്ന സ്വഭാവമാണ് ഈ സഹകരണ ബാങ്കുകൾക്കുള്ളത് എന്നുള്ളതാണ്. സഹകരണ ബാങ്കുകൾക്കല്ല, ഈ പൊതുമേഖലാ ബാങ്കുകൾക്കുള്ളത്. ഈ ബാങ്കുകളിൽ ഇന്നലെ അയാൾ വന്നപ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചോണം. ഈ ബാങ്കുകളിൽ ലോൺ കിട്ടുക എന്ന് പറഞ്ഞ ഒരു സിമ്പിൾ പ്രോസസ്സേ അല്ല. ആർക്ക് ലോൺ കിട്ടാൻ? സാധാരണക്കാർക്കായുള്ള ആൾക്കാർക്ക്. യഥാർത്ഥത്തിൽ ആഹാരം വെച്ച് കൊടുക്കുന്ന കർഷകൻ, പാചകം ചെയ്യുന്ന കർഷകൻ, അതായത് പാചകം ചെയ്യാന്ന് ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്നറിയാം, നമുക്ക് ആവശ്യമായ വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാം തന്നെ ആരാ ഉണ്ടാക്കുന്നത്? കർഷകനാണ് ഉണ്ടാക്കുന്നത്. അതിന് സംശയമുണ്ടോ? ആ കർഷകനെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരു ലോണുമായി ബാങ്കിൽ ചെല്ലുമ്പം അവൻ വലിയ പ്രതിസന്ധി ഏറ്റെടുക്കേണ്ടി വരും. അപ്പം ബാങ്കിലെ ലോണുകൾ എപ്പോഴും ആർക്കാണ്? വലിയ പൈസ ഉള്ളവൻ. അത് മാനിപ്പുലേറ്റ് ചെയ്യുന്ന പൈസകൾ. കാരണം എന്ന് പറഞ്ഞാൽ ഒരാളുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് വലുതാക്കി അതിനകത്ത് ബാങ്കുകളുടെ പൈസ. ബാങ്കിൽ ഇപ്പോൾ 1000 കോടി രൂപ ഒരുത്തൻ കടക്കാരനാണെങ്കിലും അവ എങ്ങനെയാണ് അത് അടയ്ക്കുന്നത് എന്നേ അവർ നോക്കുന്നുള്ളൂ. അവ അത് കൃത്യമായി അടയ്ക്കാനുള്ള ഒരു സംവിധാനത്തിലേക്ക് ലോണുകൾ എടുത്തെടുത്ത് തിരിച്ചും മറിച്ചും അടച്ചാലും മതി. അവൻ എന്ത് ചെയ്യുന്നത്? ആ ബാങ്കിന് ഒരു കണക്ക് മതി. അങ്ങനെ പണം ഭയങ്കരമായ രീതിയിൽ ബാങ്കിനെ പറ്റിക്കുന്ന ആൾക്കാരും ഉണ്ട്. ഇപ്പം നമ്മുടെ കാലത്തൊക്കെ പറയും, ഇപ്പോൾ ഒരു മുദ്രാ ലോൺ ഈസി ആയിട്ട് കിട്ടും. മുദ്രാ ലോണിന്റെ കൂട്ടൊരു ലോണിന് ഞാനേ അരുണെ റസാഖും എല്ലാം കൂടെ എന്തോ ഒരു സ്ഥാപനം തുടങ്ങുന്നതിന് വേണ്ടി ഒരിക്കൽ പോയി. ഞങ്ങൾ ഒരുവിധം നമ്മളെ എല്ലാ ബാങ്കുകളിലും മുദ്രാ ലോണുമായി ബന്ധപ്പെട്ടു പോയി. അവർക്ക് വേണ്ട ഒന്ന് കൊളാറ്ററൽ സെക്യൂരിറ്റിയാണ്. കൊളാറ്ററൽ സെക്യൂരിറ്റി അന്നേരം അരുണിനെ സംബന്ധിച്ചിടത്തോളം അവൻ എംടെക്കാണ്, ഞാൻ ഡോക്ടറേറ്റ്. എല്ലാവരും എന്ത് ചെയ്യുന്നു? വിദ്യാഭ്യാസപരമായി നല്ല സ്റ്റാൻഡുള്ള നമ്മൾ നല്ലൊരു പ്രോജക്റ്റാണ് കൊടുത്തത്. ഈ പ്രോജക്റ്റ് ഞാൻ പറയുന്നില്ലെന്നേ ഉള്ളത്, നമ്മുടെ കയ്യിലിരിക്കട്ടെ, അത് പൈസ വരുമ്പോൾ നമ്മൾ ചെയ്തോളാം. അതനുസരിച്ച് നമ്മൾ എന്തായാലും ബിസിനസ് മൈൻഡിൽ ഇങ്ങനെ നിൽക്കുക. ഇനി എന്ത് ചെയ്തെന്നായാലും നമ്മളത് വിജയിക്കും. അതിന് അനുസരിച്ച് നമ്മൾ മാറിക്കൊണ്ടിരിക്കും. അത് ബാങ്ക് സഹായിച്ചില്ലേലും ബാങ്ക് സഹായിച്ചാലും. അപ്പം എന്തോ ഈ നിയമമൊക്കെ എന്തോ പ്രശ്നം ഇങ്ങനെ കേൾക്കുന്നേ? പനിയോ? ഓക്കെ. അപ്പം നമ്മളൊരു പനിയാ. അന്നേരം എന്റെ ഒരു ചോദ്യം ഇത്രയേ ഉള്ളൂ. സാധാരണക്കാരനെ ആദരിക്കുകയാണോ അപമാനിക്കുകയാണോ ബാങ്കുകൾ ചെയ്യുന്നത്? എല്ലാവരുടെയും മനസ്സിലാക്കാം. കാരണം എന്താ? സാധാരണക്കാരന് ബാങ്ക് ഒരു വിലയില്ല. ഈ ബാങ്കിൽ ഇരിക്കുന്ന ജീവനക്കാരെ യഥാർത്ഥത്തിൽ 50,000 രൂപ ശമ്പളം മേടിക്കുന്ന, അല്ലെ 80,000 രൂപ ശമ്പളം മേടിക്കുന്ന അവൻ ആരോട് പുച്ഛമാണ്? ഈ സാധാരണക്കാരനെ കാണുന്നത് പുച്ഛമാണ്. അവരടുത്തോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ഇവർക്ക് എന്നാ പൈസ ക്രിയേറ്റ് ചെയ്ത് മോട്ടിച്ച് കഞ്ചാവ് വിറ്റ് കൊണ്ടുവരുന്ന പൈസ കൊണ്ടുവരുന്നതിനെ കാണുമ്പോഴേ ഇവർ കയറി അങ്ങിരിക്കും. അല്ല, നല്ല വിദ്യാഭ്യാസമുള്ളവൻ, ക്വാളിറ്റി ഉള്ളവനും വന്ന് ബാങ്കിൽ വരുമ്പോൾ ഇവൻ മൈൻഡ് ചെയ്യത്തില്ല. എന്നാൽ ബിസിനസ് എല്ലാവരും കഞ്ചാവുകാരാണെന്നല്ല പറയുന്നത്. ഒരു ബിസിനസ്സിനകത്ത് എപ്പോഴും നമ്മൾ ആലോചിക്കണം, എവിടുന്ന് ഒരു പണം വരുന്നതിന് ഒരു ബേസ് ഉണ്ട്. മനസ്സിലാവുന്നു? ആ നമ്മൾക്ക് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ബാങ്കിൽ പണം എന്ന് പറയുന്നത്, ഒരു പൊതുമേഖലാ സ്ഥാപനത്തെ പണമെന്ന് പറയുന്നത് എന്താണ്? ഈ പണം പല ജനങ്ങളുടെ പൈസയാണ്. നമുക്കൊരിക്കലും അദാനിയുടെ പണമാണെന്ന് വിചാരിക്കുക. അദാനി ഇവരുടെ പണം ഉപയോഗിച്ച് പണക്കാരനാവുക. പക്ഷെ ഈ പണം സാധാരണ കർഷകൻ കൊടുത്ത് കർഷകൻ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്താലാ ഈ ബിസിനസ് ചെയ്യാൻ സഹായിച്ചു കഴിഞ്ഞാൽ അവ ഇതിനേക്കാളും ഉണ്ടാക്കും. ഐഡിയ കിട്ടുന്നു? അപ്പൊ യഥാർത്ഥത്തിൽ സാധാരണക്കാരായ ജനങ്ങളെ അപമാനിക്കുന്നതാണ് ബാങ്കുകൾ ചെയ്യുന്ന ഏറ്റവും വലിയ. അപ്പം ബാങ്കിൽ നല്ല ആൾക്കാരുണ്ടാകുകയും അത് ലോണിനെ പറ്റി ചിന്തിക്കുകയും, വിദ്യാഭ്യാസ ലോൺ എടുക്കാൻ ചെല്ലുമ്പോൾ ഇവരുടെയൊക്കെ വീട്ടിൽ നിന്ന് എന്തോ വലിയ സംഭവം നടക്കുന്നതിനൊട്ട് ആൾക്കാർ ഇങ്ങനെ വന്ന് പറയുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് കൃത്യമായ നോളജ് ഉണ്ടാവണം. ഒരു ബാങ്കുകാരൻ, ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുന്നു, ഇന്നലെ കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്തായിരുന്നു ഈ ബാങ്കുകളുടെ ചെക്ക് റെപ്രസെന്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചെക്ക് തന്നെ 3 പ്രാവശ്യം പ്രസന്റ് ചെയ്യുന്നു.
ആ പടേ പൈസ ഇല്ലാതിരിക്കുന്ന ഒരുത്തന്നെ ഒരു ബാങ്ക് 3 പ്രാവശ്യം ചെക്ക്, അത് BJP ഗവൺമെന്റ് വന്നതിന് ശേഷം ബാങ്കുകൾ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കൊള്ളയത്. ഒരു ചെക്ക് 3 പ്രാവശ്യം പ്രസന്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മിനിമം ഒരു ബാങ്കിന് ഇത്ര രൂപ വെച്ച് പൈസ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് വിടുന്നവർക്ക് ഈ ചെക്ക് ബൗൺസിന്റെ ഒരു 700 രൂപ കിട്ടുന്നു. ആ പാടെ 2000 രൂപയ്ക്കായിരിക്കും അവൻ എന്ത് ചെയ്യുന്നത്, 3 പ്രാവശ്യം ചെക്ക് ബൗൺസ് കിട്ടിയപ്പോൾ ഉള്ള ഈ 2000ന്റെ ഇരട്ടി പൈസ വരുന്നത്. ഇത് സാധാരണ ജനങ്ങൾ ബോധവാന്മാരെ ഇന്ന് ഇന്ത്യയിൽ വന്ന ഏറ്റവും വലിയ എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുന്നത് ഈ ബാങ്കുകൾ കാണിക്കുന്ന ഈ ചെക്ക് ബൗൺസ് ആണ്. ഇതെന്ന് പറഞ്ഞാൽ അത് ചിന്തിക്കാൻ പോലും ഒക്കത്തില്ല. കോടിക്കണക്കിന് ആൾക്കാർ ലോൺ എടുക്കുന്നവൻ്റെ അവന് പൈസ, അപ്പൊ അവനോട് ചോദിക്കും ലോൺ എടുക്കുന്ന ഈ കുറെ കൂറകളുണ്ട്. ഞാൻ എന്ന് പറഞ്ഞാൽ ഏതോ ഈ ബാങ്കിലുള്ളവന്മാരായിരിക്കും ഈ രണ്ടുകൾ, എനിക്ക് ആളെ മനസ്സിലാവുന്നില്ല. അപ്പൊ എന്തോ ഒരു സംഭവം, അതിന് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല, അത് കൃത്യമായി പറയേണ്ട ഒരു സാധനം. അതിനകത്തൊരു കമന്റ് ഇട്ടിരുന്നു, ലോൺ എടുക്കാൻ പോരുത്, അവന്റെ ലോൺ അടയ്ക്കാൻ അവന്റെ അപ്പന്റെ കയ്യിൽ നിന്നുള്ള പൈസ തന്നെ തിരിച്ചടയ്ക്കുന്നവനല്ല ലോൺ അടയ്ക്കേണ്ടത്. മനസ്സിലാവുന്നു? ഈ തിരിച്ചടയ്ക്കാൻ ലോൺ അടയ്ക്കാൻ അങ്ങനെ ഒന്നൊരു കൺസെപ്റ്റേ ഇല്ല. തിരിച്ചടയ്ക്കാൻ പറ്റുമ്പോൾ അടയ്ക്കും. നിങ്ങൾ വിദ്യാഭ്യാസ ലോൺ തരുന്നത് നിങ്ങൾക്ക് നാളെ തൊട്ട് അടയ്ക്കാനല്ല. നീ നാളെ വിദ്യാഭ്യാസ ലോണിലൂടെ പഠിച്ച് ഡോക്ടറായി ഈ നാട്ടിന് സർവീസ് ചെയ്യുമ്പോൾ നീ തിരിച്ചടച്ചാൽ മതി. ഈ പൈസ വേറൊരുത്തിന്റെ പൈസ അല്ല. മനസ്സിലാവുന്നു? ഒരു കർഷകൻ അവൻ എന്ത് ചെയ്യുന്നു, അവന് തക്കാളി കൃഷിക്ക് വേണ്ടി നമ്മൾ പൈസ കൊടുക്കും, പിറ്റേന്ന് രാവിലെ തക്കാളി വരുമോ? ഇത് ആരാ ഇതൊക്കെ പഠിപ്പിക്കുന്നത്? അത് അവന് ബുദ്ധിമുട്ടുകൾ വരും, അവന് പ്രയാസങ്ങൾ വരും. അത് മനസ്സിലാക്കാൻ ഈ സാധാരണ ജനങ്ങൾ കൃത്യമായി പറയുകയാണ്, നിങ്ങൾ ഇതിനെപ്പറ്റി നിങ്ങളുടെ വീട്ടിൽ ലോണുണ്ട്. ഇപ്പൊ നമുക്കിപ്പോ ഒരു പൈസ അടച്ചില്ലെന്നുണ്ടെങ്കിൽ ഇപ്പുറത്തെ വീട്ടിൽ അപ്പുറത്തെ വീട്ടിലൊക്കെ അവൻ വന്നിട്ട് പറയും, അവൻ പറഞ്ഞാൽ എന്തൊരു കോപ്പാ, അവൻ വന്ന് പറഞ്ഞു പോട്ടെ. നിങ്ങൾക്ക് ലോൺ അടയ്ക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അടയ്ക്കണ്ട. പക്ഷെ ഇപ്പൊ സെൻട്രൽ ഗവൺമെന്റ് ചെയ്ത ഏറ്റവും വലിയ ചതി എന്താന്ന് ചോദിച്ചാൽ അത് തീയാ. എന്താണ്? നിങ്ങളുടെ ഒരാൾക്ക് പൈസ അടയ്ക്കാൻ ഈ മാസം നേമോക്ക് പൈസ അടയ്ക്കാനുള്ള ഇല്ല, 2000 രൂപയുടെ ഒരു ഫോൺ എടുത്ത് കൊച്ചുങ്ങളെ പോലും അവന്മാര് സിബിലിനകത്ത് പെടുത്തുക. എന്തോന്നാ സിബിലും കോപ്പൊന്നും ഇവിടെ വേണ്ട. കാരണം ഇത്രയും അൺഡെവലപ്ഡ് ആയിട്ട് അല്ല ഡെവലപ്പിംഗ് കൺട്രി ആയിട്ട് വന്നോ നമുക്കെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പണമുണ്ട് എന്ന് GDP-യിലൊക്കെ കാണിക്കുക. സാധാരണക്കാരുടെ ഈ പറയുന്ന ഒരു 70% ഒരു പുല്ലുമില്ല. അവൻ ജീവിക്കാൻ ഒക്കുന്നോ ഇല്ല, അവൻ എന്ന് ആഹാരം കഴിക്കുന്നു, അവൻ എന്ന് യാത്ര ചെയ്യാനുള്ള പാസ്പോർട്ട് കിട്ടുന്നു, അവൻ എന്ന് ക്വാളിറ്റിയോടെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നു, അന്ന് മാത്രമേ രാജ്യം ഡെവലപ്പ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റിലേക്ക് വരുന്നുള്ളൂ. മനസ്സിലാവുന്നു? ഈ പറയുന്ന ഈ രാജ്യത്തിലെ പാവപ്പെട്ടവന് ഞാൻ എന്ത് പറഞ്ഞു, ഈ പറയുന്ന യവന്റെ ജീവിത സാഹചര്യങ്ങൾ ഉയർന്നോ, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ. അത് ഉയർന്നിട്ടില്ല. അത് ഉയരാൻ പറ്റാത്ത അന്നേരം യവൻ ഈ ലോൺ അടച്ചോ എന്ന് മനുഷ്യൻ ചോദിക്കുന്നു. ഒരു ലോൺ എടുത്താൽ അപ്പം ലോൺ എടുക്കുമ്പം ആ ലോൺ എടുത്ത് തീർത്തോ, അപ്പൊ റീപേയ്മെന്റ് ചെയ്യുന്നതിന് ഞാൻ ആ ഇത് പറഞ്ഞേടാ, ഒരു ചെക്ക് തന്നെ പൈസ അടയ്ക്കാൻ ഇല്ലാത്തതുകൊണ്ട് ഈ മാസം പൈസ അടയ്ക്കാനില്ല. അവിടെ ഒരു വട്ടം ചെക്ക് ബൗൺസ് ആയി, അവൻ 500 രൂപ അടച്ചു, GST ഉൾപ്പെടെ 500 രൂപ സർവീസ് ടാക്സ് അത് ഉൾപ്പെടെ ആ ചെക്ക് ബൗൺസിന്റെ പോയി. അവൻ ആകെപ്പാടെ 2000 രൂപയാണ് എടുത്തത്. അപ്പോൾ അതോടൊപ്പം തന്നെ അവന് രണ്ടാമത് റീപ്രസെന്റ് ചെയ്യുന്നു, അടുത്ത് കഴിഞ്ഞ് 3 പ്രാവശ്യം പ്രസന്റ് ചെയ്യുന്നു, എന്നിട്ട് അവൻ വീട്ടിലും വരുന്നു. അപ്പോൾ 3 പ്രാവശ്യം ആകുമ്പോൾ 3 5 15 1500 രൂപ, 2000 രൂപ എടുത്തിട്ടുള്ളൂ, 1500 രൂപ ചെക്ക് ബൗൺസ്. അതോടൊപ്പം തന്നെ യവന്റെ കമ്പനിയുടെ 700, 1500, 2200. അന്നേരം യവൻ എന്താ പറയുന്നത്, ഈ വായി നോക്കി. എന്നിട്ട് ഇതിനകത്ത് ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ ഒരുത്തൻ ഇത് കണ്ടിട്ട് പറയും, പൈസ അടയ്ക്കാനുള്ളവനല്ല, ഈ പൈസ സാധാരണക്കാരന്റെ പൈസയാണ്. നിങ്ങളുടെ ഈ പറയുന്ന ഈ സാധാരണക്കാരന്റെ ചെക്ക് ബൗണ്ട് ഒരു ദിവസം അവന്റെ എത്ര രൂപ പിടിക്കുന്നുണ്ടെന്നറിയാം? അവന്റെ പെൻഷനകത്ത് നിന്ന് എത്ര രൂപ പിടിക്കുന്നു? 50 പൈസയിൽ 1 രൂപ ആയാലും ശരി. ഇന്ത്യയിൽ എത്ര കോടി ജനങ്ങളുടെ അക്കൗണ്ട് ഉണ്ട്? അപ്പൊ ഈ ഇതിനെപ്പറ്റിയൊക്കെ ഭയങ്കര ഓഡിറ്റിംഗ് വരേണ്ട ഒരു കാലഘട്ടമുണ്ട്. സാധാരണ ജനങ്ങളെ ഇത്രമാത്രം ദ്രോഹിക്കുന്ന ഒരു തീരുമാനം, ചെക്ക് ബൗൺസ്. അത് ഞാനിപ്പോ എന്തായാലും ഓംബുഡ്സ്മാൻ ഒരു പരാതി കൊടുത്തു. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഗവൺമെന്റ് ഇതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല. ഗവൺമെന്റിന് സാധാരണ ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഒരു ഇതുമില്ല. കാരണം സെൻട്രൽ ഗവൺമെന്റ് ജനങ്ങളെ അച്ചാർ പോലെ പിഴിഞ്ഞെടുക്കുക. നമ്മൾ മനസ്സിലാവുന്നു? അത് നാരങ്ങ പോലെ പിഴിഞ്ഞ് ചണ്ടി എടുത്ത് കളയുന്നതിനോട്. കാരണം സാധാരണക്കാരനെ വേണ്ട. സാധാരണക്കാരന് ഒരു റോളും ഇല്ലാത്തൊരു സംവിധാനം. അവൻ ബാങ്കിൽ ചെന്നാൽ അവന് വിലയില്ല. അവന് ബാങ്കിൽ ചെന്നിട്ട് ഇന്നലെ അയാളെ വളരെ രൂക്ഷമായി സംസാരിക്കുന്നു. ബാങ്ക് മാനേജരോട് കൃത്യമായി സംസാരിക്കാൻ പറ്റണം. നിങ്ങൾക്ക് ലോൺ, അതായത് ഞാൻ മുമ്പേ പറഞ്ഞു വന്നത് അതാ, ഈ ലോണിന്റെ പൈസ പിരിക്കാൻ വരുന്നോ നിങ്ങളുടെ വീട്ടിൽ വരാൻ പാടില്ല. കാരണം എന്താ, നിങ്ങൾക്ക് ഈ പൈസ ഇത് സോഷ്യൽ റെസ്പോൺസ്, നിങ്ങൾക്ക് ഇത്ര ശതമാനത്തിൽ കൂടുതലൊന്നും അവർ തോരത്തില്ല. ഒരു ബാങ്കിൽ ഒരു കുട്ടിക്ക് വിദ്യാഭ്യാസം, അതൊരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ വരിക. ESG പോലെയുള്ള, അതായത് എൻവയോൺമെന്റൽ ആൻഡ് എന്തോ അറിയാമോ ESG എന്ന് പറഞ്ഞാൽ? എൻവയോൺമെന്റൽ ആൻഡ് സോഷ്യൽ ആൻഡ് ഗവർണൻസ് എന്ന് പറയും, സോഷ്യൽ ഗവർണൻസ് എന്ന് പറയും. അതിന്റെ പേരിൽ അതോടൊപ്പം തന്നെ നമ്മുടെ 2013 കമ്പനി ആക്ട് പ്രകാരം ഒക്കെ ഇതിന്റെ ഇത്ര പെർസെന്റേജ് എന്ത് ചെയ്യണം, സാധാരണക്കാരന്റെ പഠനത്തിനും അതിനും വേണ്ടി ആക്ടിവിറ്റീസിനും വേണ്ടി മാറ്റി വെക്കണം. അങ്ങനെ പണമെന്ന് പറയുന്ന ഒരാളിലേക്ക് ഫോക്കസ് ചെയ്യുന്ന സംവിധാനത്തിലേക്ക് മാറ്റുന്നതും ഇവിടുത്തെ സിസ്റ്റമാണ്. നമുക്കൊരു കൃഷി ചെയ്യണം, ഒരാൾക്കൊരു ജോലി ചെയ്തിപ്പം ഇതിനകത്തിപ്പം കൊട്ടാരക്കര പോലും ഇയാളായാലും ശരി, എന്തോ ഒരു ജോലി ചെയ്ത് ജീവിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അയാൾക്ക് അയാളുടെ കയ്യിൽ ആശയമുണ്ട്, ആശയത്തിന് പൈസ കൊടുക്കണം. ഇത് മാത്രമൊന്നുമല്ല, പല രാജ്യങ്ങളിലും നമ്മളൊരു കമ്പനി രജിസ്റ്റർ ചെയ്താൽ പോലും 10 ലക്ഷം രൂപ എന്തോ ചെയ്യും, കൊടുക്കും. എന്തിനാ? ആ കമ്പനി വന്ന് ആ കമ്പനിയിലൂടെ എന്ത് ചെയ്യണം,
എന്തുവാ മണ്ടന്മാരോട് പറയുന്നതുകൊണ്ട് ഒന്നും പ്രതിഫലം കിട്ടത്തില്ല. അപ്പൊ എന്തോ ഈ കമ്പനി നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ കമ്പനി വർക്കൗട്ട് ചെയ്യുന്ന ആർക്ക് വേണ്ടിയാ? ആ രാജ്യത്തിന് വേണ്ടിയാ. അപ്പൊ ആ രാജ്യത്ത് എന്തോ ഓപ്പർച്യൂണിറ്റി കൊടുക്കും. എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി കാണും, എംപ്ലോയി ഓപ്പർച്യൂണിറ്റി കാണും. അങ്ങനെ ജനങ്ങൾ എന്ത് ചെയ്യും? ചേഞ്ചസ് വരും. ആ ചേഞ്ചസ് വരുന്ന തരത്തിലേക്ക് സമൂഹത്തെ വളർത്തുന്നത് ബിസിനസ്സുകാരും ഈ റിസ്ക് എടുക്കുന്നവരാ. ഈ റിസ്ക് എടുക്കുന്നവന് വേണ്ടി ഒരു റിസ്ക് എടുക്കാൻ ഗവൺമെന്റ് തനിയുന്നില്ല, ബാങ്കുകൾ സേഫ് ആയിട്ടുള്ള. എന്നിട്ട് എന്തോ ചെയ്യും? ഈ പൈസ മൊത്തം അപ്പം ഈ പൈസ മൊത്തം ആർക്ക് കൊണ്ട് കൊടുക്കും? ഈ കണക്കുകൾ ക്രിയേറ്റ് ചെയ്യുന്നവരുണ്ട്. അതായത് ഞങ്ങളെപ്പോലെ ഉള്ളവർ ആരെ ഞാൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എന്തോ ചെയ്യും? നമ്മളോട് ഒരു കണക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞാൽ നമുക്ക് പലർക്കും ചെയ്തു കൊടുക്കും. അങ്ങനെ ഈ പ്രോജക്റ്റ് സെറ്റ് ചെയ്ത് കൊടുക്കും. അത് അപ്പോൾ അവിടെ ഒരു ദളിത് മോദി ഇപ്പൊ എന്ത് ചെയ്യുന്നു? 5 ലക്ഷം രൂപ കൊട്ടാരക്കര ഇതിനകത്ത് എടുക്കുന്നു, വേറൊരിടത്ത് നിന്ന് 5 ലക്ഷം രൂപ അവന്റെ കമ്പനി, അവന് പലയിടത്തും കമ്പനികളുണ്ട്. അപ്പൊ ഇവ എന്ത് ചെയ്യും? കൃത്യമായിട്ട് റീപേയ്മെന്റ് കറക്റ്റായിട്ട് അടച്ചുകൊണ്ടിരിക്കും. അതനുസരിച്ച് മറ്റുള്ള ബാങ്കുകൾ അവന് കൊടുത്തുകൊണ്ടിരിക്കും. അപ്പൊ ഇവന്റെ 5000 കോടി അവൻ കാശായിട്ട് എടുത്തു, 100 കോടി ഇങ്ങനെ അടച്ചുകൊണ്ടിരിക്കുന്നു ഓരോ മാസവും. മനസ്സിലായി? പിന്നെ ഇവന്റെ കറക്റ്റായിട്ട് ഈ പ്രോസസ് പോകുന്നത്. അവൻ എന്നിട്ട് കമ്പനികൾക്ക് കൃത്യമായിട്ട് കണക്ക് കാണിക്കുകയും ചെയ്യും. ഇങ്ങനെയാണ് ഈ പേപ്പർ കമ്പനികളെല്ലാം വരുന്നത്. അങ്ങനെയാണ് ആര് വന്നത്? ഈ വിജയ് മല്യയും അതോടൊപ്പം തന്നെ ലളിത് മോളിയെ പോലെയുള്ളവരെ 27,000 കോടിയും അത് 50,000 കോടിയൊക്കെ മൊത്തത്തിൽ അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നത്. അങ്ങനെയുള്ള സാഹചര്യം വരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ പ്രതിസന്ധി നമ്മുടെ രാജ്യത്തെ പാവപ്പെട്ട കർഷകന് അല്ലെന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് കൃത്യമായി ലോൺ ഫെസിലിറ്റീസ് കൊടുക്കണം. എന്തിനാണ്? ഈ രാജ്യം മാറാൻ വേണ്ടി. ബിസിനസ്സിന് തട്ടുകടകൾ പോലുള്ള, അതായത് ചെറിയ ചെറിയ കടകൾക്ക് വേണ്ടി പൈസ കൊടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ ചെറുകിട ബിസിനസ്സുകളെ പ്രോത്സാഹിപ്പിക്കണം. അതായത് മാക്രോ ആയ ബിസിനസ്സുകളെയും പ്രോത്സാഹിപ്പിക്കുന്നതിന് സഹായങ്ങൾ കൊടുക്കണം. അവരുടെ പ്രോജക്റ്റിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അവന്റെ എഡ്യൂക്കേഷന്റെ അടിസ്ഥാനത്തിൽ അവനെ ഹെൽപ്പ് ചെയ്യാൻ ചെയ്യും. അന്നേരം പറയും മെഷീനറീസ് മാത്രം മേടിച്ചു കൊടുക്കുന്നത്. അതായത് യഥാർത്ഥത്തിൽ മുദ്രാ ലോൺ എന്ന് പറയുന്ന ലോൺ ചിലപ്പോൾ എനിക്കറിയത്തില്ല ഇനി എന്താ സംഭവിച്ചതെന്ന്. ഞങ്ങളൊക്കെ പോയി ചെന്ന് ചോദിച്ചിട്ട് കിട്ടിയിട്ടില്ല. ഈ കൊളാറ്റീവ് സെക്യൂരിറ്റി കൊടുത്ത് ലോൺ എടുക്കാനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്നും നടക്കുന്ന കാര്യമല്ല. അപ്പം നമ്മളൊരു അവരെന്നിട്ട് എന്ത് ചെയ്യും? സർവീസ് സെക്ടേഴ്സിന് തരത്തുമില്ല, പ്രൊഡക്ഷൻ സെക്ടേഴ്സിന് മാത്രമേ. എന്ന് പറഞ്ഞാൽ സർവീസ് സെക്ടർ ഇന്നത്തെ കാലഘട്ടത്തിൽ സർവീസാണ് ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ളത്. കാരണം എന്ന് പറഞ്ഞാൽ സർവീസ് സെക്ടേഴ്സ് ഏറ്റവും വേണം. എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷന് മാത്രം കൊടുക്കുന്നല്ല, സർവീസ് സെക്ടേഴ്സ് ഞാനിപ്പോൾ പപ്പായാസ് എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വപ്നത്തിന്റെ പിന്നാലെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അപ്പം അതുപോലെ തന്നെ നെല്ലീസ് എന്ന് പറയുന്നത് രണ്ടും വേറെ ഡിഫറെന്റ് സെക്ടേഴ്സ് ആണ്. നമ്മുടെ തലച്ചോറ് തന്നെ ഡിഫറെന്റ് ആയിട്ടാണ് ഇത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ 8-9 വർഷമായിട്ട് എൻ്റെ ജീവിതം മൊത്തം അതിനകത്തിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് ഇങ്ങനെ പൊളിയും അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ എങ്ങനെയാണെങ്കിലും ശരി നമുക്കത് സ്ട്രക്ചറായി വരും. സ്ട്രക്ചറായി വരുമ്പോൾ ഞാൻ എഴുതുന്ന ഈ സ്ട്രക്ചറായിട്ട് വരുമ്പോൾ നമ്മളെ ഒരു വട്ടം ബാങ്ക് ഹെൽപ്പ് ചെയ്യാൻ തയ്യാറാകത്തുണ്ട്. എന്ത് ചെയ്ത് ഈ ബാങ്കുകൾക്ക് വലിയൊരു തീയുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടെ ഒക്കെ ആയി വരുമ്പോഴത്തേക്ക് നമുക്ക് ഷെയർ കിട്ടും. എന്ന് പറഞ്ഞാൽ മറ്റുള്ള ആൾക്കാർ പൈസ ഉള്ളവൻ നമ്മളെ സഹായിക്കാൻ തയ്യാറായി വരും. അപ്പോഴത്തേക്കാണ് ബിസിനസ്സിന് വേറൊരു മുഖം വരും. മനസ്സിലാവുന്നോ? ഐഡിയ കിട്ടിയോ? അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്ന ആളെ സഹായിക്കാൻ ആണ് ബാങ്ക്. അല്ലാതെ മനസ്സിലായോ? അല്ലാതെ അവനെ സമ്മർദ്ദപ്പെടുത്തി അവനെ പിഴയിട്ട് അവനെ കൈകാര്യം ചെയ്ത് അവന്റെ ജീവിതത്തിൽ മേലെ ഒരു ബിസിനസ് ചെയ്യാത്ത രീതിയിലേക്ക് അവനെ മാറ്റുന്ന തരത്തിലാണ് ഇവരുടെ കാഴ്ചപ്പാട് ബാങ്ക് മാനേജർമാരെന്ന്. മനസ്സിലാവുന്നോ? ഒരു ചെക്ക് 3 പ്രാവശ്യം ബൗൺസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ബാങ്കുകൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം ഞാൻ പറഞ്ഞു. അതോടൊപ്പം തന്നെ നമ്മുടെ മുദ്രാ ലോണിന്റെ കാര്യം ഞാൻ പറഞ്ഞു. അതോടൊപ്പം തന്നെ വലിയ തട്ടിപ്പ് നടത്തുന്ന വിജയ് മല്യയെ പോലുള്ളവന്മാരെ പിടിക്കാൻ പറ്റാത്തതിന്റെ കാര്യം പറഞ്ഞു. മനസ്സിലാവുന്നോ? ഇതൊക്കെ യഥാർത്ഥത്തിൽ എന്താണ്? എന്തെന്നാൽ നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ കൃഷിയെ കൂടുതൽ സഹായിച്ച ഈ പറയുന്ന ബാങ്ക് മാനേജരായാലും ഈ പറയുന്ന പ്രധാനമന്ത്രി ആയാലും ഫുഡ് കഴിക്കുന്ന അയാൾ പോയി കളച്ചിട്ടാണോ? അയാൾ പോയി കൃഷി ചെയ്തിട്ടാണോ? അപ്പൊ ഇവരൊന്നും ചെയ്യുന്നത്, ഇവർ തിന്നുന്നതായാലും ഇവർ ഉടുക്കുന്നതായാലും ഒന്നും ഇവർ ചെയ്യുന്നതാണോ? അല്ല. പക്ഷെ അവരാണ് യഥാർത്ഥ ബേസ്, അവരാണ് സ്ട്രക്ചർ ഉണ്ടാക്കുന്നത്. സ്ട്രക്ചർ ഉണ്ടാക്കുന്നവരെ ഇവർ ഹെൽപ്പ് ചെയ്യത്തില്ല. സ്ട്രക്ചർ ഉണ്ടാക്കുന്നിടത്ത് സിസ്റ്റമാറ്റിക് ആയിട്ട് ഇപ്പോൾ ഒരു അഗ്രികൾച്ചർ ഓഫീസർ വന്ന അഗ്രികൾച്ചർ ഓഫീസർ ഒരു സ്ഥലത്തെ പറ്റി വ്യക്തമായി പഠിച്ചു ഇവിടെ ഏത് പ്രോഡക്റ്റ് ആണ് ഉൽപ്പാദിപ്പിക്കേണ്ടത് എന്ന് കൃത്യമായി പഠിച്ചു അതിനെ തട്ടുകളാക്കി അത് മനസ്സിലാക്കി ഇന്ന വാടി ഇന്ന പ്രോഡക്റ്റ് ഇന്നതെണ്ണം ഇതെല്ലാം കൂടെ ഒരു മാർക്കറ്റും ഒക്കെ ഉണ്ടാക്കി അയാളുടെ ജോലി കൃത്യമായി ചെയ്ത് അതിനുവേണ്ടി ഒരു ഗ്രൂപ്പ് ലോൺ ഒക്കെ അനുവദിപ്പിച്ച് സാധാരണ ജനങ്ങളെ ഇന്നോവേറ്റീവായിട്ട് കൊണ്ടുവന്നാൽ മാത്രമേ എന്ത് നടക്കൂ? ഇവിടെ കാർഷിക രീതിയിലൊക്കെ വലിയ മാറ്റം വരികയും ജനങ്ങൾ അഭിവൃദ്ധിപ്പെടുകയും ഒക്കെ ചെയ്യും. പക്ഷെ അതിനു വേണ്ട സഹായം അതാണ് ബാങ്കുകളൊക്കെ ചെയ്യേണ്ടത്. പക്ഷെ എന്ത് ചെയ്യാനാ? ബാങ്കുകളൊക്കെ എന്തായി ഇവിടുത്തെ മുതലാളിമാരെ സഹായിക്കുന്നത്. ബാങ്കുകളും സത്യമാണ്, ഒരു ബാങ്ക് മാനേജറെ സംബന്ധിച്ചാണ് അവൻ സേഫ്റ്റിയാണ് നോക്കുന്നത്, അവന് പേപ്പർ വർക്ക് കറക്റ്റ് ചെയ്യുന്നത്. ഇവൻ തിരിച്ചടയ്ക്കുമോ അടച്ചിൽ അവൻ ആരൊക്കെ തിരിച്ചടയ്ക്കുന്നുണ്ട്, ഇവന് തിരിച്ചടയ്ക്കാൻ എത്ര വണ്ടിയുണ്ട്, എത്ര ഇതുണ്ട്, ഇവന്റെ റീപേയ്മെന്റ് കപ്പാസിറ്റി ആദ്യം ആലോചിക്കുന്നു. റീപേയ്മെന്റ് കപ്പാസിറ്റി ആലോചിക്കാം. വിദേശ രാജ്യങ്ങളിൽ അങ്ങനല്ല. അത് ചെയ്തിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാനിപ്പോ സേഫ് ആവാൻ എന്തോ ചെയ്യും? കമ്പനി എന്നോട് ചോദിക്കും, ജനറൽ മാനേജരാ ഞാൻ, എന്നോട് ചോദിക്കും അല്ല ബ്രാഞ്ച് മാനേജരാ ഞാൻ, നീ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് കൊടുത്തത്? ഞാൻ പറഞ്ഞു ഇന്ന കാര്യങ്ങൾ ഉണ്ടായിരുന്നു, ഞാൻ കൊടുത്തു. എനിക്ക് റീസൺ ഉണ്ട്. പക്ഷെ ഒരു കർഷകന് കൊടുത്തപ്പോൾ അവൻ തിരിച്ചടച്ചില്ല വെച്ചു. അതെന്തുകൊണ്ട്? അവിടെ യഥാർത്ഥത്തിൽ ഫ്ലഡ് വന്നു, അല്ലെ വയനാട് ചുരം ഇടിഞ്ഞ് മുണ്ടക്കൈ ചുരൽമര പോലുള്ള പ്രശ്നങ്ങൾ വന്നു, അവന് തിരിച്ചടയ്ക്കാൻ പറ്റത്തില്ല.
അപ്പൊ ഇവരെന്ത് ചെയ്യുന്നത് റിസ്ക്, ഹൈലി റിസ്ക് എന്ന് പറയുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഇത് ചെയ്യും. അല്ലാതെ ഇത് ആരാ സഹായിക്കണ്ടേ? ഇപ്പൊ യഥാർത്ഥത്തിൽ ദളിത് മോദി ഇപ്പൊ LICയുടെ തന്നെ 57,000 കോടി രൂപ ലാപ്സായി കിടക്കുക. ഈ പൈസ ആരെടുക്കണം? എടുത്ത് ബാങ്കുകളിലൂടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ഗവൺമെന്റ് ഈ പൈസ എടുത്തിട്ട് ആർക്ക് കൊടുക്കും? അദാനിക്കും അംബാനിക്കും കൊടുക്കും. അവർ മാത്രം വിജയിക്കുകയും ചെയ്യും. ഇതാണ് പ്രശ്നം. ഇത് ആരോട് നമുക്ക് പറയാൻ പറ്റത്തില്ല. നമ്മൾ എത്ര പറഞ്ഞാൽ ഒരു കാര്യം ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് റീപേയ്മെന്റ് ചെയ്യാൻ, നിങ്ങൾക്ക് ഈ മാസം പൈസ അടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ അടയ്ക്കേണ്ട, നിങ്ങളെ ആരും അടുത്ത മാസം ഒരു ചെക്ക് ബൗൺസ് ആകെ. ഇതിനകത്ത് ഒറ്റ പ്രശ്നമേ ഉള്ളൂ, ഈ ചെക്ക് ബൗൺസ് ആണ് ഏറ്റവും വലിയ പ്രശ്നം. ചെക്ക് ബൗൺസ് എന്ന് പറഞ്ഞാൽ 4 പ്രാവശ്യം അവർ പ്രസന്റ് ചെയ്യും, 3 പ്രാവശ്യം പ്രസന്റ് ചെയ്യും, 1 പ്രാവശ്യം അല്ലാതെയും കൊടുക്കും, നേരിട്ടും വരും. അപ്പൊ 4 പ്രാവശ്യം. എന്നിട്ട് അമ്മ എന്തെങ്കിലും നാട്ടിൽ പറയും, അമ്മരെ പിടിച്ച് അമ്മ എന്നിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനെ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നോട് കോർഡിനേറ്റ് ചെയ്യും. കാലാവധി ഉണ്ടോ? മീൻസ് ഇത്ര സമയത്തിനുള്ളിൽ ഇത് കൊടുത്തിരിക്കണം എന്നതില്ല. അതിനുണ്ട്. ഇപ്പൊ ഒരു വീട് ഹൗസിംഗ് ലോൺ ആണെങ്കിൽ 15 വർഷത്തിനകത്ത് അടയ്ക്കണം. ഈ 15 വർഷത്തിനകത്ത് അടയ്ക്കാൻ നിൽക്കുമ്പോഴത്തേക്ക് ഒരു 6 വർഷം ആകുമ്പോഴത്തേക്കും അവൻ എന്ത് ചെയ്യത്തില്ല, മിക്ക സമയത്തും ഒരു ഹൗസിംഗ് ലോൺ എടുക്കുന്ന ഒരുതനെ സംബന്ധിച്ച് ആകെപ്പാടെ മൊത്തം കടമെടുത്ത് അവിടുന്ന് ഇവിടുന്ന് എടുത്തിട്ടായിരിക്കും അവൻ വെക്കുന്നത്. അപ്പൊ ഇവൻ ഇത് അടയ്ക്കാൻ പ്രയാസങ്ങളുണ്ടാവും. അപ്പോൾ ഒരു ഗവൺമെന്റ് ജോലിക്കാരനാണെങ്കിൽ അവന്റെ ശമ്പളത്തിൽ നിന്ന് പിടിക്കും. അതുകൊണ്ടാണ് ഗവൺമെന്റ് ജീവനക്കാരൻ മരണം വരെയും എന്ത് ചെയ്യുന്നത്, ആ ജോലിയിൽ ഇങ്ങനെ ക്ലിങ്ക് ആയി പോകുന്നത്. പക്ഷെ മറ്റേ ബിസിനസ്സുകാരൻ അങ്ങനെയല്ല. ബിസിനസ്സിൽ എന്ന് പറഞ്ഞാൽ മെജോറിറ്റി റിസ്ക് ആണ്. അതിനകത്തെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എല്ലാവരും ചെയ്യുന്ന ബിസിനസ്സുകൾ കോമൺ ബിസിനസ്സാണ്. അപ്പോൾ ഈ ഹോട്ടൽ ബിസിനസ് ഒക്കെ വേറൊരു തലത്തിലേക്ക് മാറിപ്പോയി. പഠനമില്ലാത്ത രീതിയിൽ ബിസിനസ് ചെയ്യുന്നതുകൊണ്ടാണ് വലിയ പ്രശ്നം വരുന്നത്. അപ്പോൾ പാപ്പ എന്തിനാ ഹോട്ടൽ ചെയ്യുന്നത്? പാപ്പ ഹോട്ടൽ ചെയ്തത് ഹോട്ടൽ ബിസിനസ് നടത്താനൊന്നുമല്ല. ആ ഒരു സാഹചര്യത്തിൽ എൻ്റെ തലയിൽ വന്ന് വീണു പോയതാണ്. പിന്നെ ഞങ്ങൾക്ക് അത് ഗുണം ചെയ്തു എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് നല്ല ഗുണം ചെയ്തിട്ടുണ്ട്. മനസ്സിലാവുന്നു? അതിന്റെ സമയത്ത് എനിക്ക് തലവേദന എൻ്റെ ബിസിനസ് അല്ല എൻ്റെ പഠനത്തെയോ കാര്യങ്ങളെ ബാധിക്കുമ്പോൾ ഞാനത് ലീവ് ചെയ്യുകയും ചെയ്തു. കാരണം എൻ്റെ സ്വപ്നത്തിലുള്ളൊരു സാധനമല്ല. ഞാനത് എന്ത് ചെയ്തയാ, നമ്മുടെ ഈ മീൻകുളമൊക്കെ തുടങ്ങിയ സമയത്ത് അതുമായി ബന്ധപ്പെട്ട് മീനൊക്കെ അതിനകത്തൂടെ കൊടുക്കാമെന്ന് വിചാരിച്ചുകൊണ്ടാണ്. പക്ഷെ അങ്ങനെയുള്ളൊരു പ്രോസസ്സ് നടക്കത്തില്ല. കാരണം എന്താ, ഒരു ഹോട്ടലിനെ സംബന്ധിച്ചിടത്തോളം ഹോട്ടലിൽ ജീവനക്കാരാണ് പ്രശ്നം. അവരെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടുകയും, അല്ലെങ്കിൽ ഹോട്ടൽ ജീവിതത്തിലൂടെ എനിക്കിപ്പം ഹോട്ടൽ ചെയ്ത് ജീവിക്കാനാണ് ആഗ്രഹം എന്നുണ്ടെന്നിരിക്കട്ടെ, നമുക്ക് നല്ല പ്രൊഫഷനാണ്. നിങ്ങൾ പക്ഷേ ആ പ്രൊഫഷൻ പഠിച്ചിരിക്കണം. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ തലച്ചോറും ഹോട്ടലുമായിട്ട് നമ്മൾ ഇപ്പോൾ IT ഫേം ആയാലും ശരി, ഞാൻ ഏതിലാണോ ചെയ്യുന്നത് ആ ഒരു സാധനത്തിനകത്ത് കറക്റ്റായിട്ട് വർക്കൗട്ട് ചെയ്ത് പോകുക എന്നുള്ളതാണ്. എനിക്കറിയാവുന്ന കാര്യം ചെയ്യണം. എപ്പോഴും നമ്മൾ എന്താണ്, കുട്ടികളെ പഠിപ്പിക്കുമ്പോഴും ഞാനും കുഞ്ഞുങ്ങളോട് പറയും, നിങ്ങൾ പഠിക്കുന്ന സാധനത്തിനകത്ത് കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കണം. നിങ്ങളിപ്പോൾ എന്ന് പറഞ്ഞാൽ യു ആർ ഗുഡ് ഇൻ IT. അതുകൊണ്ടാണ് ഞാനൊരു IT കമ്പനി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എൻ്റെ സ്വപ്നമാണ് എൻ്റെ കുഞ്ഞൊരാൾ അത് ഏറ്റെടുത്ത് നടത്തിക്കൊണ്ട് പോകാൻ പറ്റും എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ഞാൻ കൊണ്ട് നിങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ IIT-ലോ IIM-ലോ അല്ലാന്നുണ്ടെങ്കിൽ PhD അല്ല ഏത് സബ്ജക്റ്റിൽ എടുത്താലും ശരി, യു ജസ്റ്റ് കോൺസെൻട്രേറ്റ് ദാറ്റ്. അത് എങ്ങനെയാണ്, ഹൗ ഐ ക്യാൻ ഇംപ്രൂവ് ദാറ്റ് ആൻഡ് ഹൗ ഐ ക്യാൻ ആഡ് ദ ടെക്നോളജി ഇൻ ദാറ്റ് ടൈപ്പ് ഓഫ് തിങ്സ് യു ആഡ് ഇൻ ദാറ്റ്സ് വേ യു ക്യാൻ എന്തോന്ന് എൻ്റെ നിയാക്കൂട്ടനായാലും ശരി അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, വളരണം. അപ്പോൾ പപ്പായാസ് എന്ത് തന്നെ പപ്പ ആ കൺസെപ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ അതൊരു മൊബൈൽ ആപ്ലിക്കേഷനാണ്. അതെങ്ങനെ കൊണ്ടുപോകണം, അത് എനിക്കറിയാവുന്ന ബിസിനസ്സിലേക്ക് പോയി എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചോണം, ഈ ബാങ്കുകളിൽ നിന്ന് പൈസ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രോബ്ലംസെ പറ്റി ഒന്ന് ഭയപ്പെടരുത്. ബാങ്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സർവീസ് സെക്ടർ. ദേ ആർ ദെയർ ഫോർ വാട്ട്, ടു സർവ് യു. ആക്ച്വലി വൈ ദേ ആർ ഫോഴ്സ്ഡ് ടു ടേക്ക്, അതെന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ദെയർ ജോബ്. അത് അങ്ങനെയാണ്. അവരതുകൊണ്ട് എന്ത് ചെയ്യും, ദേ വിൽ ഫോഴ്സ് യു ടു റീപേ ദ. അതുകൊണ്ട് അങ്ങനെ ഫോഴ്സ് ചെയ്യാനൊന്നും അവർക്ക് താല്പര്യമില്ല. പണ്ടെന്ന് പറഞ്ഞാൽ അവർ എന്ത് ചെയ്യും, ആ രീതിയിൽ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ചെക്ക് 3 പ്രാവശ്യം ഇട്ട് ബൗൺസ് ചെയ്ത് നിന്റെ പൈസ ക്യുമുലേറ്റ് ചെയ്ത് ഇങ്ങനെ അങ്ങ് കൂട്ടുക. ഇപ്പോൾ ഒരു 2000 രൂപയുടെ ഒരു ഫോൺ എടുക്കുന്ന ഒരു തന്നെ 10 മാസം കൊണ്ട് 36,000 രൂപയുടെ ഫോണാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതൊരു 60,000 രൂപയ്ക്ക് ഇവരെ എത്തിക്കും. ആ പ്രഷറിൽ എത്തിക്കും. എന്നിട്ട് ഏറ്റവും അവസാനം നമ്മളൊരു സെറ്റിൽമെന്റ് എന്ന് പറയുന്നത് അതിനകത്ത് 10 രൂപ 10,000 രൂപ. അപ്പൊ നമുക്ക് ഭയങ്കര റിലാക്സാ. 10,000 രൂപ നമുക്ക് സെറ്റിൽ ചെയ്ത് കിട്ടി. യഥാർത്ഥത്തിൽ 10,000 രൂപ സെറ്റിൽ ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇല്ല. നിങ്ങളുടെ ഈ 3 പ്രാവശ്യം അന്നേരം യമാരെന്ത് ചെയ്യുന്നറിയാം, ഇവർ ഈ ജോലിക്ക് എടുക്കുന്നവന്മാരെ ശ്രദ്ധിച്ചോണം. യമാരെപ്പോഴും യമാരുടെ മൈൻഡിൽ എന്തോ പറയുന്നതെന്നറിയാം, നിഷേധാത്മകപരമായി സംസാരിക്കാൻ പഠിപ്പിക്കും. ആ പറയുന്നവനെ മുളകുവെള്ളം എടുത്തൊഴിക്കുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അത് കാരണം എന്താണെന്നറിയാമോ, അവന്മാരന്നേരം എന്തെങ്കിലും ചെയ്യാം, അവന്മാർ നമ്മുടെ വീട്ടിൽ വരാനോ ഇത് സംസാരിക്കാനുള്ള അവകാശമില്ല. കാരണം അവർ 3 പ്രാവശ്യം നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ എടുത്തു. നിങ്ങൾ പൈസയ്ക്ക് പലിശ കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. നിങ്ങളൊരു ലോൺ എടുക്കുന്ന കൊളാറ്ററൽ സെക്യൂരിറ്റി വെച്ചാണ്. ദേ ഹാവ് എ റൈറ്റ് ടു ടേക്ക് ഓവർ ദാറ്റ്. അതെടുക്കാം. അവർ പറയുന്നത് നിന്റെ വീട് ഞങ്ങൾ പിടിച്ചോണ്ട് പോകും. ഓക്കെ ആയിക്കോട്ടെ, അപ്പൊ നമുക്ക് അന്നേരം ഇത് ചെയ്യാം. ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാം. പക്ഷേ പരമാവധി പൈസ അടച്ചു പോകാൻ വേണ്ടി ശ്രമിച്ചോണം. കാരണം അത് വലുതായി പോകരുത്. കാരണം ഇൻട്രസ്റ്റ് റേറ്റ്. പക്ഷേ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം ഞാൻ ഇപ്പോഴും പറയുന്നു, ഏറ്റവും വലിയ പ്രശ്നം എന്താണ്, ഈ ചെക്ക് ബൗൺസ് ആണ്. ചെക്ക് ബൗൺസ് മനുഷ്യരുടെ ഈ BJP ഗവൺമെന്റ് വന്നതിന് ശേഷം സാധാരണ ജനങ്ങൾക്ക് ഒരു വിലയില്ല. ഇതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒറ്റ പ്രാവശ്യം ചെക്ക് ബൗൺസ് വരിക. ഇൻ കേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ഏജൻസ് വന്ന് ഇപ്പോൾ എന്നിട്ട് ഇവന്മാരെന്ത് ചെയ്യും, ഒരു ചെക്ക് ബൗൺസ് വരുന്ന 2-ാം തീയതിയിൽ ഒന്നിടും, 5-ാം തീയതി ഒന്നിടും, പിന്നെ 10-ാം തീയതി ഒന്നിടും, പിന്നെ ഇടുന്ന എന്നാണെന്നറിയാം 22-ാം തീയതി എന്ന് പറഞ്ഞാൽ നിന്റെ ബാങ്കിൽ ഏതെങ്കിലും വഴി പൈസ വന്നാൽ അതങ്ങ് പൊക്കും. എന്നിട്ട് ആ ഇതും എടുക്കും,
മനസ്സിലാവുന്നു. ഇതെന്തുകൊണ്ടാണ് ഇത് ചർച്ച ചെയ്യപ്പെടാൻ? ഞാൻ അന്നുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ധനകാര്യ വകുപ്പ് മന്ത്രിയോടോ ഇപ്പൊ ഞാൻ ഇതിനെപ്പറ്റിയൊക്കെ ഒന്ന് വിളിച്ച സെഷനോട് സംസാരിക്കണമെന്ന് വിചാരിച്ചത്. ഇത് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ തന്നെ ഗവൺമെന്റ് എപ്പോഴും ബാങ്കുകളുടെ സപ്പോർട്ട് ചെയ്യും. കാരണം എന്താ, ബാങ്ക് എന്ന് പറയുന്ന ഒരു വേറൊരു അന്തർധാര ഇവർ തമ്മിലുണ്ട്. ബാങ്കും ഇതും തമ്മിൽ. ഞാൻ പറഞ്ഞില്ലേ, LIC ഫണ്ട് ഇത്രയും ലാഭസായി കിടക്കുക. ആ ഫണ്ട് എടുത്തിട്ട് ഇവിടുത്തെ കർഷകർക്ക് കൊടുത്തൂടെ? അതിനകത്ത് സൂക്ഷിച്ചിരിക്കുന്നത്. ആ ഫണ്ട് അവർ എവിടെ ഉപയോഗിക്കുന്നു നോക്കിയാൽ നബാർഡിന്റെ ഫണ്ടുകളെല്ലാം ആർക്കാ കൊടുക്കുന്നത്? നബാർഡിലേക്ക് ആരിറങ്ങി? അഗ്രികൾച്ചർ ഫീൽഡിലേക്ക് അദാനിയും ഇറങ്ങും, അംബാനിയും ഇറങ്ങും. അപ്പൊ ഈ പറയുന്ന പ്രധാനപ്പെട്ട സാധനങ്ങൾ അവന്മാരങ്ങ് പിടിച്ചെടുക്കും. അപ്പൊ ഇത് സാധാരണ ജനങ്ങൾക്ക് അറിവ് കൊടുക്കുകയും സാധാരണ ജനങ്ങളെ അങ്ങോട്ട് കൊണ്ടുവരികയും ചെയ്യുന്ന തരത്തിലേക്ക് നാം മാറിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ 100% എന്ത് ചെയ്യും? ജനങ്ങൾക്ക് ഇതിന്റെ ബെനിഫിറ്റ്സ് കിട്ടത്തില്ല. ആക്ച്വലി ബാങ്കിങ് ഈസ് ചീറ്റിംഗ് ദ പീപ്പിൾ. നമ്മളൊരു കാര്യം ചെന്ന് നമ്മളെ പോലെ തന്നെ ഇത്രയും വിദ്യാഭ്യാസം, ഞാനൊക്കെ ഇത്രയും വിദ്യാഭ്യാസമായിട്ട് 10-32 വർഷം ക്യാമ്പസ് ചെയ്യുന്നു. നമ്മൾ തന്നെ ബാങ്കിൽ ചെന്ന് അപ്രോച്ച് ചെയ്ത് എനിക്ക് ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ഉണ്ട്, ഈ പ്രോജക്റ്റ് എന്തോന്ന് കേൾക്കാനുള്ള ഒരു സാങ്കേതിക കാരണം എന്താ, എവൻ രാവിലെ തൊട്ട് ഈ പൈസ അവന്റെ അക്കൗണ്ടിൽ വരുന്നു, അങ്ങോട്ട് കൊടുക്കുന്നു, ഇങ്ങോട്ട് കൊടുക്കുന്നു, ഈ ഒരു കൺസെപ്റ്റിലായിരിക്കുന്നത്. പക്ഷെ ബാങ്ക് എന്ന് പറയുന്നത് വലിയ ഒരു കൺസെപ്റ്റിന്റെ പേരിലാണ് ബാങ്കിനെ നമ്മൾ എന്തോ ചെയ്യുന്നത്. ബാങ്കിന് നമുക്ക് ഈ ബാങ്കിന് എന്തോ കൊടുക്കുന്നത്, ഈ അപ്രൂവൽ കൊടുക്കുന്നത്. അങ്ങനെ ഒരു സോഷ്യൽ ബാങ്ക് എന്ന് പറഞ്ഞാൽ, അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഐ ഡോണ്ട് ഹാവ് മണി, എൻ്റെ ക്യാഷ് ഉണ്ടോ? ഇല്ല. എൻ്റെ പൈസ ഉണ്ടോന്ന് ചോദിച്ചാൽ പപ്പ ഗൂഗിൾ പേ എന്നല്ലേ ചെയ്യുന്നത്. അപ്പൊ ആക്ച്വലി പണം എവിടെയാണ്? ബാങ്കിന്റെ അക്കൗണ്ടിൽ തന്നെ അടക്കുവാണ്. ദേ ആർ ദ റെസ്പോൺസിബിൾ ഗൈഡ് ടു ഡിസ്ട്രിബ്യൂട്ട് ദ മണി ഫോർ ദ പീപ്പിൾ ഫോർ വൈറ്റ്. അവന്റെ ജോലി ചെയ്യാനുള്ള, അവന് വേണ്ടിയുള്ള പണം കിടക്കുന്ന, അവന്റെ പൈസയും കിടക്കുന്ന അക്കൗണ്ടിലാണ്. പക്ഷെ അവൻ ദേ ആർ നോട്ട് റെഡി ടു ഗീവ് ദ മണി ഫോർ അസ് ഫോർ വാട്ട്. എന്താണ് ഒരു ഡെവലപ്മെന്റ് വേണ്ടി ഇവർ തയ്യാറാവും. ബൈ ബിക്കോസ് ദേ ആർ അഫ്രൈഡിങ് വാട്ട്. നെൽസൺ ബാങ്ക് മാനേജർ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ മുകളിലുള്ളവൻ ചോദിക്കുക, സോണൽ മാനേജർ ചോദിക്കുക, നീ എന്തിന്റെ അടിസ്ഥാനത്തിൽ കൊടുത്തു? നീ ഒറ്റ കാര്യം നോക്കിയാൽ മതി, പേപ്പർ ഉണ്ടോ, അവന് പൈസ കൊടുത്തോ, അവൻ അടച്ചോ, വിജയമല്യാണോ, ലളിത് മോദിയാണോ എന്ന് പറഞ്ഞാൽ അങ്ങനെ പോകുന്ന പൈസ എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് കോടി രൂപ നമ്മുടെ അടുത്തുനിന്ന് പോകുന്നുണ്ട്. മനസ്സിലാവുന്നു? ഈ പൈസയെ പറ്റി ഇവിടെ ചർച്ചയില്ല. ദളിത് മോദിയെ അറസ്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ എന്തോ അറസ്റ്റ് ചെയ്യാൻ ഈ സിസ്റ്റത്തിൽ പറ്റത്തില്ലേ? ദളിത് മോദിയുടെ ആസ്തി എല്ലാം കണ്ടത്, വിജയമല്യയുടെ ആസ്തി കണ്ടത്, വിജയമല്യയെ സേഫാക്കി വിജയമല്യയ്ക്ക് ഉള്ളത് വെച്ചിട്ട് ആസ്തി കൂട്ടി. കാരണം എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ഇപ്പൊ നമ്മുടെ ലാൻഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ അവിടുത്തെ ലാൻഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഇപ്പൊ 5000 രൂപയേ ഉള്ളൂ. മനസ്സിലാവുന്നു? ഈ സാധനത്തെ 15 വർഷം കഴിയുമ്പോൾ അവന്റെ കടം എത്രയാന്ന് വെച്ചാൽ 5 ലക്ഷം രൂപയാണ്. അവനെ എന്തോ അങ്ങ് പ്രൊട്ടക്ട് ചെയ്യുക. അവന് ഇവിടുന്ന് വിദേശത്തോട്ട് അങ്ങ് പോവുക, അവന്റെ പൈസ ഇല്ല. അപ്പൊ അവൻ അടയ്ക്കാൻ, അവന്റെ പ്രിൻസിപ്പൾ എവിടെയെങ്കിലും അടയ്ക്കണമെന്നുള്ളതായി കൺസെപ്റ്റിലേക്ക് എത്തിച്ചേരുക. അപ്പൊ 5000 രൂപ കിടന്ന സാധനം 10 വർഷം കഴിയുമ്പോഴത്തേക്ക് ഇത് സെന്റിന് 5 ലക്ഷം രൂപയായി. ഒരു സെന്റിന് 5 ലക്ഷമായി. അവന് മൊത്തത്തിൽ 25 ലക്ഷം രൂപ. അവന് പ്രിൻസിപ്പൽ എമൗണ്ട് എത്ര അടച്ചാൽ മതി? 5 ലക്ഷം അടച്ച്. ഇങ്ങനെ എന്ന് പറഞ്ഞാൽ വാല്യൂ ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. വേണമെന്നുണ്ടെങ്കിൽ അവന് വേണ്ടി അതിലേക്കൂടെ എന്തോ ചെയ്യും, ഈ പറയുന്ന അവന് 15 ഏക്കർ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ 15 ഏക്കർ എടുത്തുള്ളവരെ തൊട്ടടുത്ത് എയർപോർട്ട് ഉണ്ടാക്കി വയ്ക്കും. മനസ്സിലാവുന്നോ? ഇത് വലിയൊരു ടാക്ടിക്സ്. ഇത് നമ്മൾ പറയുന്നതിന് കൂട്ടല്ലേ, യുവമാരെല്ലാം ഭയങ്കരമായിട്ട് ക്രിയേറ്റ് ചെയ്യും. അപ്പം വെറും 1000 രൂപ അടക്കുന്ന സാധനത്തിനകത്ത് എവന്റെ കടം തീർക്കണമെന്ന് ഗവൺമെന്റ് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഗവൺമെന്റ് ആ രീതി ചെയ്യും. അപ്പം പറയുക, അംബാനിക്ക് ഇപ്പം പൊളിഞ്ഞു നിൽക്കുവാന്ന് വെച്ചോ. അംബാനിക്ക് പൊളിഞ്ഞു നിൽക്കുമ്പോൾ അംബാനിയിലെ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ്, അന്നേരം നിങ്ങളുടെ മൊബൈലിനകത്ത് ഈ റീചാർജ് കപ്പാസിറ്റി എന്ത് വരുന്നത്, ആകെപ്പാടെ എത്ര രൂപയ്ക്കായിരുന്നു നമ്മൾ ആദ്യമൊക്കെ ചെയ്ത്? 50 രൂപയ്ക്ക് ചെയ്തുകൊണ്ടിരുന്ന സാധനം ഇപ്പൊ എത്രയായി? 350 ഓരോരുത്തർ ചെയ്യുന്ന 700 രൂപയ്ക്കൊക്കെ. 500 ഒന്നും അല്ലെന്നേ, ഇത് 5000 50,000 ചെയ്യുന്നവന്മാര്. മനസ്സിലാവുന്നോ? അപ്പൊ അവനോട് എന്ത് ചെയ്തു? ചിലപ്പോൾ ഉപ്പ് വലിയ ഉപ്പിനകത്ത് അവന്റെ കയ്യിൽ നിന്ന് ഇപ്പൊ നമുക്ക് ഒരു പൈസ എടുക്കണം, ഉപ്പിന് ടാക്സ് അങ്ങ് കൂട്ടി കൊടുക്കും. സാറ് ഇല്ല, ടാക്സ് ഇല്ല, ഞാൻ പറയുക ഉപ്പിനല്ലെന്നുണ്ടെന്ന് എന്തോ ആയതാലും നമ്മൾ വിചാരിക്കും ഇതൊരു ചെറിയ എമൗണ്ട് ആണ്. ഒരു FMCG ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം ഫാസ്റ്റ് മൂവിംഗ് ഗുഡ്സ് എന്നാണ് പറയുന്നത്, FMCG എന്ന് പറയുന്നത്. നമുക്കിപ്പം ഒരു ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ അരി മേടിക്കുന്നു. അരിയുടെ ബിസിനസ് എന്ന് പറഞ്ഞാൽ എൻ്റയർലി ഡിഫറെന്റ്. അരിക്കകത്ത് 1 രൂപ ചേഞ്ച് വരുത്തുക എന്ന് പറഞ്ഞാൽ ആൾക്കാർ 1 രൂപയല്ലേ കൊടിയോളൂ എന്ന് പറയും. പക്ഷെ ഒരു വീട്ടിൽ എത്ര കിലോ അരി മേടിക്കണം? മനസ്സിലാവുന്നോ? അരി എല്ലാ വീട്ടിലും വേണ്ടേ? അപ്പം മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ സ്വർണ്ണത്തിന് 5 രൂപ എന്ന് പറഞ്ഞാൽ സ്വർണ്ണത്തിന്റെ ഇതെന്ന് പറഞ്ഞാൽ ഒരു ട്രാൻസാക്ഷനാ, പണം സൂക്ഷിച്ചു വെക്കുക. അതെല്ലാവരും മേടിക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷെ ഈ അരി എന്ന് പറയുന്നത് 1 രൂപ കൂട്ടിയാലും അതിന്റെ എഫക്ട് എത്ര, ഒരു രാജ്യത്ത് എത്ര, നമ്മുടെ 143 കോടി ജനങ്ങളുണ്ട്. അവൻ നാഴി അരി വെച്ചിട്ടായാലും ഒരു ദിവസം എടുത്താലും അപ്പൊ എത്ര, 143 ഡിവൈഡഡ് ബൈ ഇത്ര ആകുമ്പോൾ അതൊരു വലിയ കോടി രൂപയാണ് ആ ബിസിനസ് എന്ന് പറയുന്നത്. അത് കൂട്ടി കൊടുക്കുക ഇവന്മാരുടെ ഏറ്റവും വലിയൊരു തന്ത്രം. തേയിലയ്ക്ക് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ടാക്സ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ തേയില എന്നും വേണം. അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് ആണ് ഇവരുടെ എല്ലാം. പ്രകാശ് ഭയങ്കര മഴയാണ്. ഞാൻ നിർത്താൻ പോവാ. അപ്പം ഒരു കൺസെപ്റ്റ് മനസ്സിലായോ? അപ്പം നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരു ബിസിനസ് ഇന്ത്യയിൽ എന്തുകൊണ്ട് ബിസിനസ് വിജയിക്കുന്നത്? ചൈനയിൽ വൈ ദ പീപ്പിൾ ആർ ഡൂയിങ് ബിസിനസ് ഇൻ ചൈന? അപ്പൊ ഇഫ് എനിവൺ യു ജസ്റ്റ് ഗോ ദേർ ആൻഡ് ആസ്ക്, ഒരു സ്കൂളിൽ ചെല്ലുന്നു, ദെൻ യു ആസ്ക് എ ക്വസ്റ്റ്യൻ ടു ഹൂം? അവിടുത്തെ കൊച്ചുങ്ങളോട് ചോദിക്കുന്നു, 100% ദേ വിൽ സേ വാട്ട്? ഞാനൊരു എന്റർപ്രണർ ആവണമെന്ന് പറയും. ബട്ട് ഇൻ കേരള 90% of the 99% people are not the what? Maybe a doctor or an engineer. Why?
because they are not ready to take the risk because they are afraiding the risk. ഓ ഇറ്റ് മേ അന്നേരത്തെ അമ്മ പറഞ്ഞു കൊടുക്കും, അയ്യോ പ്രാന്തനെ കൊണ്ട് പ്രശ്നം. അപ്പം ഈ പ്രാന്തൻ എന്ന് പറയുന്ന അവൻ 5 വർഷം കഷ്ടപ്പെട്ട് അവൻ ഉരുകുന്നതിന്റെ ഫലമായിട്ടാണ് അവൻ 6ാമത്തെ വർഷം എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന പ്രാന്തന് ജോലി കൊടുക്കാനുള്ള സംവിധാനത്തിലേക്ക് എത്തുന്നത്. ബിക്കോസ് അതുകൊണ്ടാണ്. പിന്നെ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം വൈ ഗവൺമെന്റ് ഈസ് ഹെൽപ്പിംഗ് ദ പീപ്പിൾ ഹൂ ആർ എന്തോന്ന് ഈ വലിയ കമ്പനികൾക്ക് സഹായിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിക്കോസ് അവർക്ക് വലിയ റിസ്ക് ഇല്ല. ചോദിക്കണ്ട, നമുക്ക് നിർത്താം. അല്ല, ഈ പോളിസീസ് അരിയാഹാരം കഴിക്കുന്നവന്റെ ബുദ്ധി ഭയങ്കരമാണോ? അരിയാഹാരം കഴിക്കുന്നവന്റെ ബുദ്ധി ഭയങ്കരമല്ല, അവന്റെ അരി എങ്ങനെ കഴിക്കുന്നു എന്നുള്ള അരിയാഹാരം എങ്ങനെ കഴിക്കുന്നു എന്നുള്ളതാണ് ഇത് പ്രശ്നം. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യം ആലോചിക്കണം. അവൻ തമാശയ്ക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണെന്ന് പറഞ്ഞാലും ഈ അരി എല്ലാം ഉണ്ടാക്കുന്ന ആരാ? കർഷകൻ. അവൻ ഇനി ഏത് ജാതിക്കാരനായാലും അവൻ തിന്നത്തില്ലേ? പക്ഷെ അവൻ ഒരു പൂജ നടത്തിയ അവന്മാർ അംഗീകരിക്കും. അതാണ് പ്രകാശം നിനക്കുള്ള ആഹാരം. അരിയാഹാരം കഴിക്കുന്നവന്റെ ബുദ്ധി വേറൊരാക്കില്ല. മനസ്സിലായോ? അടി കെട്ടിയോ? അതിനകത്ത് എന്തോ ഇല്ല, ജാതിയില്ല, മതവും ഇല്ല, അത് അവൻ തിന്നും. അവൻ ചെയ്യുന്ന എന്തും തിന്നും. അവൻ പറയുന്ന കട്ടിലുണ്ടാക്കും. അവൻ ചെയ്യുന്ന എന്തും ചെയ്യും. അവന്റെ വിയർപ്പ് അതിനകത്ത് തൂക്കി വെച്ച് കഴിഞ്ഞാലും അവൻ അതിനകത്ത് തുപ്പി വെച്ചെന്ന് പറഞ്ഞാലും ഇവൻ എന്ത് ചെയ്യും? കഴിക്കും. മനസ്സിലായോ? പക്ഷെ അത് അവന് ചെയ്യാൻ വേറെ മെക്കാനിസം ഇല്ല. ഭൂമിയിൽ വിയർപ്പിന്റെ അംശം ഉണ്ടായാലേ പ്രോഡക്റ്റ് എടുക്കാൻ പറ്റൂ. കാരണം ഭൂമിയിലോട്ട് ആരെങ്കിലും ചെയ്തേ പറ്റും. അത്തരം മെഷീൻ ചെയ്യാമെന്ന് വെച്ച് മെഷീൻ ചെയ്യാന്ന് പറഞ്ഞാലും ഇന്ത്യ പോലൊരു സ്ഥലത്ത് വൈ ചൈന ഈസ് ഡൂയിങ് എ ലാർജ് കൾട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിക്കോസ് ദേ ഹാവ് എ ലാൻഡ്. ഇന്ത്യയുടെയൊക്കെ അത്രമാത്രം മടങ്ങ് വലുതാരെന്ന് പറയുന്നത് ചൈന ആയാലും അമേരിക്ക ആയാലും റഷ്യ ആയാലും കാനഡ ആയാലും ഓസ്ട്രേലിയ ആയാലും ഇവരെല്ലാം വലുതാ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മുടെ സൗദി അറേബ്യ ആയാലും അത്രയും വലുതാ. അവർക്ക് അതുകൊണ്ട് എന്തുകൊണ്ട് ലാൻഡ് ഉണ്ട്. കേരളത്തിൽ വന്ന് കൃഷി ഇതുപോലെ ചെയ്യണമെന്ന് പറഞ്ഞാൽ നടക്കുവോ? എവിടെ ചെയ്യും നീ? അതുകൊണ്ട് കൃഷി നടക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഓരോ വീടുകളിൽ ചെറിയ രീതിയിൽ നടക്കണം. അതിന് കൃത്യമായ രീതിയിൽ ആ ഒരു സംവിധാനം ചെയ്തേ പറ്റും. ഇപ്പൊ ഏതാണ്ട് എല്ലാരും ഈ മ്യൂച്വൽ ഫണ്ട് ആണ് ഏറ്റവും കൂടുതൽ ഇത് ചെയ്യുന്നത്. മീൻസ് റിസ്ക് ഉണ്ട് എങ്കിൽ പോലും അധികം വരുന്നില്ല. മ്യൂച്വൽ ഫണ്ട് റിസ്ക് എന്ന് പറയുന്നത് അതിപ്പോ ഷെയറിലേക്ക് പോകുന്ന മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എത്രയേ ഉള്ളൂ. ഒരാള് ഇപ്പൊ ഞാൻ 1 കോടി രൂപ കൊടുത്ത് എന്തോ ചെയ്യുന്നു, റിലയൻസിന്റെ ഒരു ഷെയർ മേടിക്കുന്നു. അല്ലെന്നുണ്ടെങ്കിൽ ഒരു ബിസിനസ് ചെയ്യുന്നു. 1 കോടി രൂപ ആരുടെയാ? എന്റെയാന്ന് വെച്ചോ. എന്റെ 1 കോടി രൂപ കൊടുത്ത് ഞാൻ എന്തോ ചെയ്യുന്നു, ഒരു ബിസിനസ് ചെയ്യുന്നു. അതേ സമയത്ത് ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു പാത്രം അങ്ങോട്ട് ഉണ്ടാക്കിയിട്ട്, വലിയൊരു പാത്രം അണ്ടാവ് അങ്ങോട്ട് ഉണ്ടാക്കിയിട്ട് എല്ലാരോടും പറയുക കുറേ ചെയ്യണേ. അപ്പൊ അതെന്ത് ചെയ്യുന്നു. പക്ഷെ ഞാൻ അവിടെ മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ഒറ്റ കൃഷിക്ക് വേണ്ട, അത് ഞാൻ ഒരു കാര്യത്തിന് വേണ്ടി അല്ല അത് ഉപയോഗിക്കുന്നത്. ഞാൻ ഒരു ഹോട്ടലിനകത്ത് ഇച്ചിരി ഇട്ട് കൊണ്ടുവന്ന് ഒരു ഹോട്ടൽ തുടങ്ങി, വേറൊരെണ്ണം തുടങ്ങി, അങ്ങനെ തുടങ്ങി. ഇവർ എത്രയും പേരുടെയും പൈസ ഇരിക്കുമല്ലോ. അപ്പോൾ ഒരെണ്ണം പൊളിഞ്ഞാലും മറ്റുള്ളതിനകത്ത് കയറാൻ പറ്റും. അങ്ങനെ അതാണ് ഫണ്ട് മാനേജേഴ്സ് എന്ന് പറയുന്നത്. അവരൊരു നല്ല എമൗണ്ട് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് പറയുന്ന ഒരു സേഫ്റ്റി പറയും, 10% കിട്ടും, അല്ലെങ്കിൽ 6% കിട്ടും, പ്രോഫിറ്റിന്റെ ഡിവിഡൻഡ് തരാം എന്ന് പറഞ്ഞാൽ ബിക്കോസ് ദേ ആർ ദ ഷെയർ ഹോൾഡേഴ്സ്. അവർ ഷെയർ ഹോൾഡേഴ്സ് കൂടിയാണ്. അപ്പൊ നമ്മൾ ഇതിനകത്ത് ഡൈവേർട്ട് ചെയ്ത് പോകുന്നുണ്ട്. പക്ഷെ ഇപ്പൊ അവിടെ അങ്ങനെയാണ്. ഇപ്പൊ അഡ്വർടൈസ്മെന്റ്സ് ആയാലും എന്തായാലും റിസ്ക് കുറഞ്ഞ സാധനമാണ് മ്യൂച്വൽ ഫണ്ട്. അപ്പൊ നിങ്ങൾ അങ്ങനെ സ്വീകരിച്ച് അതൊക്കെ അങ്ങനെയാണല്ലോ. അതെന്തോ ഇപ്പൊ ചോദിച്ചതിന്റെ കാരണം ഇതിപ്പോ നമ്മൾ ബാങ്കിന്റെ കാര്യമല്ലേ. മ്യൂച്വൽ ഫണ്ട് ഒക്കെ എന്ന് പറഞ്ഞാൽ അതൊക്കെ കൃത്യമായിട്ട് എന്തോ ചെയ്യും. മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെയാണ്. നമ്മൾ പറഞ്ഞ ഒരാൾ തന്നെത്താൻ ഉപയോഗിക്കാതെ ഒരു കൂട്ടം ആൾക്കാർ ഡിഫറെന്റ് ഇത് ചെയ്യുന്നത്. അത് മ്യൂച്വൽ ഫണ്ട് ഈസ് എൻ്റർലി ഷെയർ വേറെ, ഷെയറും സ്റ്റോക്കും എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ്. ഈ മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ തന്നെ വേറൊരു കൺസെപ്റ്റ്. അപ്പം റിസ്ക് കൂടുതലുള്ളതാണ്. ഞാൻ പറഞ്ഞു എവിടെ ആയാലും റിസ്ക് എടുത്താൽ മാത്രമേ ഇത് ചെയ്യൂ. പക്ഷേ നമ്മുടെ വിഷയം ഇതാണ്. ബാങ്കുകാരെ കാണിക്കുന്ന ശുദ്ധ തെമ്മാടിത്തരമാണ്. ലോൺ റീപേയ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഓരോരുത്തന്മാർ നിങ്ങളോട് പറയാൻ എടുത്താലേ കൊടുക്കാൻ പറ്റും. ഇംഗ്ലീഷ് ഡെവലപ്മെന്റ് ആയി തുടങ്ങി. അതെന്തോടാ ഇംഗ്ലീഷിന് കുഴപ്പം? പോടാ ഓക്കെ.